Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. പക്ഷെ നമുക്ക് സംസാരിക്കേണ്ട ഒരു വിഷയമുണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാം. പക്ഷേ ഡ്യൂറിങ് കോവിഡ് ടൈം അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് റീൽ ഉണ്ടാക്കി അത് മീമാക്കി ട്രോളാക്കി. ഐ ഫെൽറ്റ് ഇറ്റ് വാസ് അൺഫെയർ. തെലുങ്കുന്ന ഒരു പ്രൊഡ്യൂസർ, പണ്ട് മുതലേ അറിയാവുന്ന പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കാരണം നിങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവിടെ എല്ലാവരും പറയണേ. സ്ട്രിക്റ്റോ? സ്ട്രിക്റ്റോ? ഞാനൊരു പാവമാണ്, എനിക്ക് ആക്ച്വലി 5 വയസ്സുള്ളൂ. സ്ട്രിക്ട്നെസ് ഒന്നുമില്ല. എൻ്റെ ക്യാരവൻ ഒരു നല്ല വൃത്തിയുള്ള ക്യാരവൻ എൻ്റെ സ്റ്റാഫിനുള്ള ആൾക്കാർക്കും കൂടെ ഉള്ള സ്പേസ് വേണ്ടേന്ന് ചോദിക്കാൻ എത്ര മൂവി കഴിഞ്ഞ് നമുക്ക് പറ്റും. കറക്റ്റ് അല്ലേ? ഐഡന്റിഫൈങ് അബ്യൂസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് മൂവ്. ഐ തിങ്ക് അതിനാണ് ഏറ്റവും ടൈം എടുക്കുന്നത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറ്റ്ലീസ്റ്റ് you know the demon you're dealing with. Standing up against your enemy is fine. Standing up against your own friends is very difficult to do, but there has been people around me who have done that for me. സ്നേഹം നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നു എനിക്കത്. എൻ്റെ ധന്യ രാവിലെ 6 തൊട്ട് രാത്രി 9 വരെ ഉള്ള ടൈം ടേബിൾ ആർക്കാ ഓക്കെ? നോട്ട് ഫോർ എ ചൈൽഡ് ആൻഡ് യു കാൻ സ്പീക്ക് ഇംഗ്ലീഷ്. സംസാരിക്കുക വീട്ടിൽ, യു ഡോണ്ട് ഓപ്പൺ അപ്പ്, യു ഡോണ്ട് ബേസിക്കലി സ്പീക്ക് ഔട്ട് ലൗഡ്. ഇപ്പൊ സ്നേഹമായാലും പ്രണയമായാലും എന്തായാലും ഐ ലവ് സോ ഡീപ്ലി ആൻഡ് ഐ എം എ വെരി പാഷനറ്റ് ഫ്രണ്ട്. എടുക്കാൻ ഞാൻ എടുക്കും. ഹലോ, വെൽക്കം എവറിബഡി ടു അവർ ഷോ. നമുക്ക് ഇന്നത്തെ ഗസ്റ്റിന്റെ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. മഡോണ സെബാസ്റ്റ്യൻ, നമ്മുടെ സെലിൻ, നമ്മുടെ പ്രേമം ഗേൾ. ലോങ് ടൈം, ഐ നോ ഇറ്റ്സ് ഓൾമോസ്റ്റ് എ ഡെക്കേഡ്. പക്ഷേ ലുക്കിംഗ് ബാക്ക്, ഈ ഒരു ജേർണി ഫ്രം പ്രേമം ടു ടുഡേ, മൾട്ടിപ്പിൾ ലാംഗ്വേജസിലൂടെ, കന്നഡ, തമിഴ്, തെലുഗു, ഹൗ ഹാസ് ഇറ്റ് ബീൻ? I think I've changed a lot over the time. ഒന്നും അറിയാതെ ഒരു സ്പേസിൽ വന്നിട്ട് ഐ തിങ്ക് അതൊരു പഠനമായിരുന്നു മെയിൻലി. അങ്ങനെ ആൻഡ് ഐ തിങ്ക് ഐ ആം എൻജോയിങ് ഇറ്റ്. ഇത്രയും നാളും ചെയ്തില്ലേ? ഏത് ലാംഗ്വേജ് ആയിരുന്നു മഡോണയ്ക്ക് പേഴ്സണലി വളരെ സാറ്റിസ്ഫൈങ് ആയിട്ട് തോന്നിയത്? Tamil has been very satisfying. In terms of the characters that are coming to you? In every way. നമ്മുടെ ഭാഷയിൽ ചെയ്യുന്നതിൻ്റെ ഒരു കംഫർട്ട് ഒരു പക്ഷേ പുറത്ത് കിട്ടില്ലായിരിക്കും. മേ ബി മൈ നമ്പർ ഓഫ് മൂവീസ് കൂടുതൽ എനിക്ക് തമിഴിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവൻച്വലി ഒരു ചിലപ്പോൾ ഇവിടെ കൂടുതൽ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇവിടെ ആയിരുന്നേനെ. എനിക്ക് അതിശയം തോന്നി, ഞാൻ പത്മിനിയിൽ കണ്ടപ്പോൾ ഐ ഡോണ്ട് നോ ദാറ്റ് യു വർ ദേർ ഇൻ ദ മൂവി. പിന്നീടാണ് ഞാൻ അറിഞ്ഞിട്ട് ഞാൻ സിനിമ കാണുമ്പോൾ ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ ദാറ്റ് യു പോർട്രേഡ്. ആൻഡ് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് മലയാളത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ മറ്റോടെ അധികം കാണാത്തത്? എനി പെർട്ടിക്കുലർ റീസൺ ഫോർ ദാറ്റ്? വാട്ട് ഡു യു തിങ്ക്? ഐ ഡോണ്ട് നോ. നമ്മളെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അല്ലേ അവര് നമ്മളെ ആലോചിക്കുമ്പോൾ ഇവിടെ. സോ ഐ തിങ്ക് പണ്ടൊക്കെ ഒരാളെ വെച്ചിട്ട് പലത് ചെയ്ത് നോക്കുക എന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഐ തിങ്ക് മോർ ലൈക്ക് ആ ക്യാരക്ടറിന് ആരായിരിക്കും സൂട്ട് ആവുക എന്നുള്ള രീതിയിൽ ഐ തിങ്ക് പേഴ്സണലി എനിക്കൊക്കെ പക്ഷെ ഒത്തിരി ട്രൈ ചെയ്യാനാ താല്പര്യം. ഇയാൾ അത് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കുന്നതിലല്ലേ ഒരു ചാലഞ്ച്. പക്ഷെ അവര് നമ്മളെ ഓർത്തിരിക്കണം നിർബന്ധമില്ല. Heartin is the last movie that released. And how has been the response so far? എന്താണ് അതിനെക്കുറിച്ച്? It's pretty decent. എനിക്ക് പേഴ്സണലി എൻ്റെ ഭാഗം നല്ല എന്ന് പറഞ്ഞിട്ട് കോൾസും കാര്യങ്ങളും വരുന്നുണ്ട് അങ്ങനെ. ബട്ട് ഐ റിയലി എൻജോയ്ഡ് വർക്കിംഗ് വിത്ത് ദ ടീം. ഐ തിങ്ക് നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റണേന്ന് പ്രാർത്ഥിച്ച് വന്ന ഒരു മൂവിയായിരുന്നു അത്. നല്ല ആൾക്കാർ. ഇനി അടുത്തതായിട്ട് ഒരു മലയാളം സിനിമയും വരുന്നുണ്ട്, പക്ഷെ അതിനെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല എന്നാണ് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. സോ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. ബട്ട് ദാറ്റ്സ് എ വെരി ആന്റിസിപ്പേറ്റഡ് സിനിമ. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ബാക്കിയുണ്ട് അല്ലേ ഷൂട്ട് ചെയ്യാൻ. സോ ഐ കാൻറ്റ് ടോക്ക് അബൌട്ട് ഇറ്റ്. പക്ഷെ നമുക്ക് സംസാരിക്കേണ്ട ഒരു വിഷയമുണ്ട്, നമുക്ക് അതിലേക്ക് കടക്കാം. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഇതിനു മുമ്പ് ഹാപ്പിനെസ് പ്രോജക്റ്റില് നമ്മൾ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ ആ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഐ വിസിറ്റഡ് ദി ഇന്റർവ്യൂ ഓൾ ഓവർ അഗൈൻ. ആൻഡ് വാട്ട് എ ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ that was. I really enjoyed the entire conversation, just listening to what you said. True. പക്ഷേ ഡ്യൂറിങ് കോവിഡ് ടൈം അതിൽ നിന്ന് ഒരു പോർഷൻ എടുത്ത് റീൽ ഉണ്ടാക്കി അത് മീമാക്കി ട്രോളാക്കി. ഐ ഫെൽറ്റ് ഇറ്റ് വാസ് അൺഫെയർ ആ സമയത്ത്. മഡോണ, ഐ റിയലി വാണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ് ബിക്കോസ് ഐ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് അൺഫെയർ ടു യു. ഹൗ ഡിഡ് യു ഫീൽ അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം? ഇതുപോലെ ഒരു പോർഷൻ ആ ക്ലിപ്പ് വിച്ച് ഇസ് ഇന്നും ആൾക്കാർ സംസാരിക്കുന്ന ഓടുന്ന കാര്യവും നീന്തുന്ന കാര്യമൊക്കെ വെച്ചിട്ട് How do you feel about it? I think ഈ ചെറിയ പ്രായത്തിൽ നീന്തുന്നതൊന്നും വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഐ തിങ്ക് ഞാൻ പറഞ്ഞ രീതികൾ കൊണ്ടാണ് അതിനെ എടുത്തിട്ട് അങ്ങനെ ആക്കിയിരിക്കുന്നത്. I think more than anything,
I think I was surprised. I was surprised because നമ്മൾ മറ്റേ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഒരു നല്ല സ്നേഹമുള്ള ഒരു എൻവയൺമെന്റ് ഇരുന്ന് സംസാരിക്കില്ലേ. ഞാൻ അങ്ങനെ ഇരുന്നത് സംസാരിച്ചേ, അയ്യോ അപ്പൊ ആൾക്കാർക്ക് എന്നോട് സ്നേഹമില്ലേ വാസ് മൈ ഫസ്റ്റ് തോട്ട്. ഓക്കെ, സോ ഐ ഫെൽറ്റ് എ ലിറ്റിൽ ബാഡ് അബൌട്ട് ഇറ്റ്. ബട്ട് ദെൻ ഐ വാസ് ലൈക്ക് പിന്നെ അത് ആ പറഞ്ഞതിന്റെ രീതിയുടെ ഒരു സാധനം ആയിരിക്കും എന്നുള്ളതായിരുന്നു തോട്ട്. ബട്ട് അഗൈൻ അത് ഫാക്ച്വലി അതിന് വലിയ സംഭവം അല്ല അത്. I mean, I've had people come and tell me, Rana, ഇത് ഇങ്ങനെ ഒക്കെ പറയുന്നുണ്ടല്ലോ, എൻ്റെ കുട്ടി has done this, ഞങ്ങളുടെ കുട്ടി ഇത് ചെയ്യുന്നുണ്ട്, and all of that. I mean, it was actually എനിക്കത് നല്ല ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അത്. Probably I was very naive back then. അപ്പോൾ ആൾക്കാർ ഇങ്ങനെയൊക്കെയാണല്ലേ നമ്മൾ പറയുന്നതിനെ നോക്കി കാണുന്നതെന്നുള്ള ഒരു തോട്ടും is this how it is എന്നുള്ളൊരു എൻ്റെ ഫസ്റ്റ് റിയലൈസേഷൻ പോയിന്റ് ആയിരുന്നു അത്. But I had a lot of take away from it though. Over the period of time it changed. In fact, I was like, ഒന്നുമല്ല എനിക്ക് ഇനിയുണ്ട് കഥകൾ പറയാൻ. That's almost nothing. But then ബിക്കോസ് ദാറ്റ് എനിക്ക് തോന്നിയത്, കാരണം നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ഒരു ഇവന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഇമോഷൻ ആയിരിക്കും ലിങ്കർ ഓൺ ചെയ്യുന്നത്. ആ ഇമോഷൻ ആയിരിക്കും നമുക്ക് ആ മെമ്മറി ആയിട്ട് അസോസിയേറ്റ് ആയിട്ട് കിടക്കുന്നത്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും കഥ പറയുമ്പോൾ അതിൽ നിന്ന് ആ മെമ്മറി ഫോം ആവുകയാണ്. അപ്പൊ when you said that, for you it was the truth that you experienced. പക്ഷെ അത് ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുമെന്ന് കാണുമ്പോഴേക്ക് ആ സമയത്ത് I was a little disturbed. And I remember watching reels of കൊച്ചു കുഞ്ഞുങ്ങൾ നീന്തുന്നതും പൂളിൽ നീന്തുന്നതും ഒക്കെ. ഇൻഫാക്ട് വാട്ടർ ബർത്തിങ് ഉണ്ടല്ലോ. All of that is common. ചെറിയ പ്രായത്തിൽ നീന്തിപ്പിക്കുന്ന ഒരു സംഭവമേ അല്ല. That is happening. ഇൻഫാക്ട് എന്റെ ഫേസ്ബുക്കിലൊക്കെ എന്റെ സിസ്റ്ററിനെ ഡാഡി വെള്ളത്തിൽ നീന്താൻ കൊണ്ടുവന്ന പിക്ചേഴ്സ് കിടപ്പുണ്ട്. I mean, it was posted long back. It's not a big deal. It's the way I said it and I take responsibility for it. Really? Yeah, I guess because നമ്മള് ക്രൗഡ് അറിഞ്ഞ് സംസാരിക്കണമെന്ന് പറയില്ലേ, അത് ചിലപ്പോൾ I should have actually known. ഇങ്ങനെ പറയണ്ട, ഇവര് നമ്മൾ പറയുന്നതിനെ സ്നേഹത്തോടെ അല്ലെങ്കിൽ മനുഷ്യരായി അങ്ങനെ ആയിരിക്കില്ല എന്ന് ഇന്റർപ്രറ്റ്. I should have known probably. I don't know. I think you have a different take on it. But as a social media influencer, but ഞാൻ അന്ന് സംസാരിക്കുമ്പോൾ you had about 1.1 or something million followers. And today you're one of the top influencers. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ it's a huge number. And you've been doing a lot of social media influencer profile work as well. ഇപ്പോഴത്തെ ഒരു സ്പേസിൽ നിൽക്കുമ്പോൾ how have things changed in the past 7-8 years? മിണ്ടാതെ ഒരു മൂലക്കിരിക്കുക എന്നുള്ളതായിരുന്നു ഡോണയുടെ നല്ല ക്വാളിറ്റി ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. യു ആർ സോർട്ട് ഓഫ് ഐഡന്റിഫൈഡ് ടു ദാറ്റ് ഐഡന്റിറ്റി. പക്ഷെ നമ്മുടെ ഇവിടെ അത് വർക്ക് ആവില്ല. And so you have to sort of get out of that place and ആ ചേഞ്ച് എടുക്കാൻ ഒത്തിരി ടൈം എടുത്തു. നമ്മൾ ഇപ്പൊ പാടാൻ വന്ന ഒരാള് ആക്ടറായി മാറുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് നമ്മൾ വെളിയിലുള്ളത് പുറത്തുള്ളതല്ലേ കാണുന്നുള്ളൂ. വാട്ട് വി ഡു, ഈവൻ ടുഡേ പീപ്പിൾ തിങ്ക് ദാറ്റ് ആക്ടിങ് ഈസ് ഈസി, ബട്ട് I just finished 24 hours, 18 hours, 16 hours schedule and came back. So it's not like that. It's an entirely different thing altogether. പിന്നെ നമ്മള് the way we live on edge, അതായത് സിനിമ ചെയ്യും, 3 വർഷം മുന്നേ ചെയ്ത ഒരു സിനിമ ഇപ്പോഴും റിലീസ് ആയിട്ടില്ല, നമ്മളത് ചെയ്യുന്നത് വളരെ ആത്മാർത്ഥതയോടും. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല എന്നൊരു സാധനത്തിനൊരു വേറൊരു സൈഡ് ഓഫ് ഇമോഷണൽ ഒരു ജേർണി ഉണ്ട്. ഇത് നമ്മൾ തന്നെയാണ് ഗോ ത്രൂ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് പ്രോബബ്ലി സം പീപ്പിൾ ആർ പെയ്ഡ് well in this industry for the emotional baggage that they've carried so far. ആ സൈഡ് കാണുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ that being said, I think we are entertainers. People's job is to just get entertained and we'll do our job. അപ്പം ആസ് എൻ ഇൻഫ്ലുവൻസർ ഡു യു ഫീൽ ലൈക്ക് ഈ ഒരു പ്രൊഫൈലിൽ നിൽക്കുക തന്നെ വളരെ അൺസ്റ്റേബിൾ ആവാം? കാരണം മീഡിയ എന്നും ഇങ്ങനെ, സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച്, ഓരോ നിയമങ്ങളും റൂൾസും റെഗുലേഷൻസും ഓരോ ദിവസം മാറിക്കൊണ്ട് വരികയാണ്. സോ ഡു യു ഫീൽ ദാറ്റ് അറ്റ് സം പോയിന്റ് ഇൻ ടൈം ദാറ്റ് ദെർ ഇസ് എൻ ഇൻസെക്യൂരിറ്റി ഈവൻ വിത്ത് ബീങ് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ? ആൻഡ് ഹൗ ഡു യു ഡ്രോ ദ ലൈൻ ആസ് എൻ ഇൻഫ്ലുവൻസർ? ഇത് ചെയ്യും, ഇത് ചെയ്യില്ല, അങ്ങനെ എന്തെങ്കിലും ലിമിറ്റ്സ് ഡ്രോ ചെയ്തിട്ടുണ്ടോ ഫോർ യുവർ സെൽഫ്? എനിക്ക് തോന്നുന്നു നമ്മുടെ കറേജിനനുസരിച്ചായിരിക്കും നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. ഐ തിങ്ക് അതിന് to a large extent വർക്കിനെ ലൈഫിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കാണുന്നില്ല. For me, work is life, life is work, and whatever values I hold, ഞാൻ അതിനെ ബേസ് ചെയ്ത് അങ്ങ് ജീവിച്ചു പോവാ. ഇനിയിപ്പം സംടൈംസ് ഒക്കേഷണലി ഐ മൈറ്റ് ഹാവ് ടു ഒരു റിസ്ക് ഒക്കെ എടുക്കേണ്ടി വരുമ്പോൾ അങ്ങ് എടുത്തു നോക്കും. ആൾക്കാർ വെറുതെ റാൻഡമായിട്ട് പറയുന്നതൊന്നും അങ്ങനെ ഒരിക്കലും എഫക്റ്റ് ചെയ്യാറില്ല. ഒരു പക്ഷെ പണ്ട് മുതലേ അതിനൊരു കാരണം ആർക്കും നമ്മളെ അറിയില്ലല്ലോ. എനിക്ക് അവരെ അറിയില്ല, അവർക്ക് എന്നെയും അറിയില്ല. സോ
ഐ ഹാവ് എ തിയറി, ഇഫ് ഐ എം ടേക്കിംഗ് അഡ്വൈസ്, ഒരു സംഭവത്തെക്കുറിച്ച് അഡ്വൈസ് എടുക്കുന്നുണ്ടെങ്കിൽ, ഇഫ് ഐ എം ടേക്കിംഗ് ബിസിനസ് അഡ്വൈസ്, ബിസിനസ്സിൽ നന്നായിട്ടിരിക്കുന്നവരുടെ അടുത്ത് നിന്ന് എടുക്കുക. ആക്ടിങ് അഡ്വൈസ് ആണെങ്കിൽ നന്നായി ആക്ട് ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് എടുക്കുക. അല്ലെങ്കിൽ ബാക്കിയുള്ളതെല്ലാം നോയ്സ് ആണ്, ആൻഡ് ബാക്കിയെല്ലാം അഭിപ്രായങ്ങളാണ്. എനിക്കും ഉണ്ടാവില്ല അഭിപ്രായം. സോ അതിനത്രയും വിലയേ ഉള്ളൂ. റെസ്റ്റ് ഐ തിങ്ക് ഇറ്റ്സ് വാട്ട് വി ആർ കംഫർട്ടബിൾ വിത്ത്. അത് എനിക്ക് താങ്ങാനാവുന്നത് ചെയ്യുക. അങ്ങനെ സിനിമയിലേക്ക് എങ്ങനെയായിരുന്നു വന്നത്? എനിക്ക് തോന്നുന്നു ആ സമയത്ത് മ്യൂസിക് ഷോസ് ഉണ്ടായിരുന്നു. അപ്പോ പാട്ട് പാടിയിട്ടാണ്. ആരോ എവിടെയോ കണ്ടു, വിളിച്ചു, പ്രേമം എന്ന് പറഞ്ഞൊരു സിനിമ നടക്കുന്നുണ്ട്, അൻവർ റഷീദാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അൽഫോൺസ് പുത്രൻ നേരം ഡയറക്ടർ, നെവിനാണ് ആക്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഒരു ഓഡിഷൻ ചെയ്തു നോക്കുന്നു, 2 ക്യാരക്ടേഴ്സ് ഓപ്പൺ ആണ് എന്ന് പറഞ്ഞു. പോയി മീറ്റ് ചെയ്ത്. അതിനു മുമ്പ് ആക്ടിങ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല? മോഡലിംഗ് ചെയ്തിരുന്നു? അയ്യോ ഇല്ല. ഇല്ല. അപ്പൊ the only thing you did was singing then? എനിക്ക് ഫോട്ടോ എടുക്കാൻ പോലും പേടിയായിരുന്നു. This is what age, Madonna? 22. And how did this change your life? പ്രേമത്തിന് ശേഷം എന്തായിരുന്നു ലൈഫ്? It was completely different. The only thing was ഒരു ലൈഫിലെ ഒരു മൊത്തം ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുന്ന ഒരു പോയിന്റിലാണ് പ്രേമം വരുന്നത്. സോ ഐ തിങ്ക് മോർ ലൈക്ക് ഞാൻ ജോലിയായിട്ട്, അതായത് പെയ്ഡ് സാലറി വരുന്ന, എനിക്ക് 14 വയസ്സ് തൊട്ടുണ്ട്. അതായത് ഒരു 9th സ്റ്റാൻഡേർഡിൽ ഒരു ഷലോം TV എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട്, അന്നൊക്കെ കുട്ടി സാലറി ഉണ്ട്, അതിനെ ഞാൻ കൗണ്ട് ചെയ്യുന്നില്ല. പക്ഷേ 10th ആയപ്പോഴത്തേക്കും എവറി വീക്കെൻഡ് ഐ വർക്ക് വിത്ത് എ ചാനൽ ആൻഡ് ദെൻ ഐ ഗെറ്റ് പെയ്ഡ്. സോ ഇത് അപ്പോൾ നമ്മൾ there's a lot of grinding that goes with it. And then അന്ന് 11th 12th ആയപ്പോഴത്തേക്കും ഒരു കുട്ടി ബ്രേക്ക് എടുത്തു ആ ബോർഡ് എക്സാംസ് ടൈമിൽ. പിന്നെ കോളേജ് പോയി. കോളേജിൻ്റെ സമയത്ത് എവിടെയോ ഇച്ചിരി ബുദ്ധിയൊക്കെ ഉണ്ടാവുമായിരിക്കും എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം സ്റ്റഡീസിലൊന്ന് ഫോക്കസ് ചെയ്ത് അത് കഴിഞ്ഞ് ഐ ഫിഗർഡ് ഐ ഹാവ് ടു സിങ്. എനിക്ക് കല ഇല്ലാതെ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് പറഞ്ഞ മാസ്റ്റേഴ്സിന് ജോയിൻ ചെയ്ത്, എന്നാലും ഐ എം ലൈക്ക് വെരി എന്തോ മിസ്സിങ് ഉണ്ടല്ലോ എന്നുള്ളൊരു പോയിന്റിൽ ആണ് പ്രേമം വരുന്നത്. സോ ഐ ഹാഡ് ലൈക്ക് റിയലി പുട്ട് എ ഫുൾ സ്റ്റോപ്പ് ടു എവറിത്തിങ് ആൻഡ് വെയിറ്റ് ചെയ്തിരുന്ന ടൈമിലാണ് നമ്മൾ എവിടെയൊക്കെയോ ഇട്ട എഫേർട്ട് ഇത് ഇവിടെ വരും തന്നെയാണ്. ദാറ്റ്സ് ദ ഹോൾ പോയിന്റ്. ആൻഡ് വെൻ ഇറ്റ് ടുക്ക് യു ടു അതർ ലാംഗ്വേജസ്, അതിൽ എന്തെങ്കിലും ഇൻഹിബിഷൻസ് ഉണ്ടായിരുന്നോ? ക്യാമറ പ്രശ്നമില്ലല്ലോ. എനിക്ക് കുറച്ചൊക്കെ അറിയാം. And I know you are very shy, very എന്താ പറയുക, അല്ലേ? And you have changed over the years. Was it a lot of effort? Yeah, a lot of effort. Yeah. ഞാൻ സെറ്റിലൊന്നും പോയി ആരോടും മിണ്ടില്ല, അതൊക്കെ മാറ്റി ഞാൻ. ഞാൻ ഏതോ ഇന്റർവ്യൂല് കണ്ട ആസിഫിനോട് സംസാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. And then ആസിഫിനോട് ഇൻഫാക്ട് രണ്ടാമത്തെ ഫിലിമൊക്കെ ആയപ്പോഴത്തേക്കും ഇച്ചിരി മിണ്ടാൻ തുടങ്ങി. ബിക്കോസ് ഹീ ഈസ് ലൈക്ക് ദാറ്റ്. ആസിഫും മിണ്ടില്ലേ? അല്ല, ബിക്കോസ് ഹീ സ്പീക്സ്. അത് പ്രോബബ്ലി, അല്ലാതെ ഞാൻ ആരോടും മിണ്ടുന്നില്ല. then I understood, see, that's probably not the way to go about it. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഉറപ്പായിട്ട് നമുക്ക് വർക്ക് വരില്ലല്ലോ. എന്തിനാ മിണ്ടാത്ത ഒരാളുടെ മോർ ലൈക്ക് പ്രൊഡ്യൂസ്. എനിക്ക് ഒരു 2-3 മാസം മുന്നേ ഒരു തെലുങ്കുന്നൊരു പ്രൊഡ്യൂസർ, പണ്ട് മുതലേ അറിയാവുന്ന പ്രൊഡ്യൂസർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കാരണം നിങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഇവിടെ എല്ലാവരും പറയണേ. സ്ട്രിക്റ്റോ? ഞാനൊരു പാവമാണ്, എനിക്ക് ആക്ച്വലി 5 വയസ്സുള്ളൂ. സ്ട്രിക്ട്നെസ് ഒന്നുമില്ല. അല്ല, നിങ്ങൾക്ക് കുറെ റൂൾസ് ഉണ്ട് മറ്റേ. നോ സർ, അബ്സല്യൂട്ട്ലി നോട്ട്. പ്രോബ്ലി അതുകൊണ്ട് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരാൻ ചാൻസ് ഉണ്ട്. ഈ റൂൾസ് എന്ന് പറയുന്ന ഉദ്ദേശം എന്താണ് എനിക്കറിയില്ല തന്നെയാ. പ്ലീസ് മേക്ക് ഇറ്റ് ക്ലിയർ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ? ഈ പ്രായത്തിൽ ഒരു കുട്ടിക്ക് ഈ ഇൻഡസ്ട്രിയിൽ ഒരു സപ്പോർട്ടും ഇല്ലാതെ, ഒരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ ഈ ഇൻഡസ്ട്രിയിൽ നാവിഗേറ്റ് ചെയ്യാം എത്ര എളുപ്പം, എത്ര ഡിഫിക്കൽട്ട്? I think it'll be a slower process comparatively if we have നമ്മളുടെ ഒരു രീതി. അല്ലെങ്കിൽ ആക്ട് ചെയ്യാൻ വന്നവരാണെങ്കിൽ കുഴപ്പമില്ല. They are prepared in their head. They know probably what they're approaching, and when that right wave comes അവർ അതിനെ റൈഡ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് ആ റൈറ്റ് വേവ് വന്നപ്പോൾ റൈഡ് ചെയ്യാൻ അറിയില്ലായിരുന്നു. And by the side, life is also happening. So we are sort of figuring it out, അല്ലേ? And 22-23 is the time when നമ്മളെല്ലാം fall in place ആകുന്ന സമയത്ത് ഞാൻ കുറച്ച് നല്ലതായിട്ട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് പോകുന്നത്. പക്ഷെ ആർക്കും അങ്ങനെ അറിയണ്ടാവില്ല. നമ്മുടെ തന്നെ ജേർണി ആണല്ലോ. പ്രത്യേകിച്ച്
ഇപ്പം ഫോർ എക്സാമ്പിൾ എൻ്റെ ക്യാരവൻ ഒരു നല്ല വൃത്തിയുള്ള ക്യാരവൻ എൻ്റെ സ്റ്റാഫിനുള്ള ആൾക്കാർക്കും കൂടെ ഉള്ള സ്പേസ് വേണ്ടേന്ന് ചോദിക്കാൻ എത്ര മൂവി കഴിഞ്ഞ് നമുക്ക് പറ്റും. കറക്റ്റ് അല്ലേ? ഇപ്പൊ ക്യാരക്ടേഴ്സ് ഒക്കെ വരുന്നത് വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് യു ആർ ലുക്കിംഗ് ഫോർ ഇൻ ദ ക്യാരക്ടേഴ്സ്? വെരി സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്നെ സർപ്രൈസ് ചെയ്യുക. ആ അതായത് എന്നിൽ ഞാൻ കാണാത്ത ഒരു സാധനത്തിനെ പുറത്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എനിക്ക് തോന്നുന്നു ആൾക്കാർ നമ്മളെ എന്തിൽ ചേരുന്നു എന്ന് ആയിരിക്കും യൂഷ്വലി ആദ്യം ഒന്ന് ചിന്തിച്ച് നോക്കുക. So are you like a narration kind of a person or a script reading kind of a person? നറേഷൻ. Yeah. Okay. And is there any project ഞാൻ ഇത് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ചെയ്ത പ്രോജക്റ്റ് വർക്കായ പ്രോജക്റ്റ് ചെയ്ത്? വർക്ക് ആവാത്തതുണ്ട്. I'm just thinking you pretty much work with all the superstars like Vijay Sethupathi, Vijay. What is the dynamic working with ഇത്രയും വലിയ വലിയ നമ്മുടെ നാട്ടിലെ പോലെ അല്ലല്ലോ അവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഗോഡ് സെൻഡ് ഡെമി ഗോഡ് സ്റ്റേറ്റസ് ആണ് ഇവർക്കൊക്കെ. How is it working with these guys? എന്തോ ഭാഗ്യം കൊണ്ട് എനിക്ക് വലിയ ബോധമില്ലായിരുന്നതുകൊണ്ട് അന്ന് അവരെ ഒന്നും വലിയ ഐഡിയ തുടക്കത്തിലൊക്കെ. പക്ഷെ പിന്നെ ഐ തിങ്ക് ബൈ ദ ടൈം വിജയ് സാറിൻ്റെ അടുത്ത് വർക്ക് ചെയ്തപ്പോഴത്തേക്കും ഐ എം വെരി അവെയർ ലൈക്ക് ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ്. ആൻഡ് ഇൻഫാക്ട് സാറിനെ ആദ്യം കാണുന്ന സെറ്റില് ഫുൾ ഡാൻസേഴ്സ് ആൻഡ് ഫുൾ ക്രൂ ആയി. എനിക്ക് തന്നെ മറ്റേ ദൈവമേ മമ്മ ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എല്ലാം ഓക്കെ ആയിരിക്കണേ. ദാറ്റ് ഇസ് ദാറ്റ് യു കാൻറ്റ് റിയലി. പക്ഷേ യു ഹാവ് ടു ഡു യുവർ ജോബ് അല്ലേ. പക്ഷേ ദേ മേക്ക് യു വെരി കംഫർട്ടബിൾ because they are artists and they are emotional beings. സാർ വന്ന ഉടനെ എന്നെ ഇപ്പം തന്നെ ഇരിക്കുന്നവരെ എന്നെ ഇരുത്തി വർത്താനം പറഞ്ഞ് ഞങ്ങൾ കുറേ നാളെ ക്യാരക്ടറിനായിട്ട് ഒരാൾ നോക്കുന്നു, ആര് ചെയ്താൽ കറക്റ്റ് ആവും എന്നൊക്കെ നോക്കുന്നു. ഫൈനലി ദിസ് ഇസ് ഗുഡ്, യു ആർ ഗുഡ് നോ എന്നൊക്കെ ചോദിച്ചു. വിജയ് സാർ ഫോർ ലിയോ. വിജയ് സേതുപതി I think he's good with everybody അല്ലേ. I think everybody says good stuff about him. And he was my first Tamil hero. I know and that was a big movie also. ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു അല്ലേ. കാതലും കടന്നു പോകും. യു റീഡ് എ ലോട്ട് ഓഫ് ബുക്സ് ആൻഡ് എനിക്ക് ഓർമ്മയുണ്ട് എനിക്കൊരു ബുക്ക് ഗിഫ്റ്റ് ചെയ്തിരുന്നു. ആണോ ധന്യ? എക്കാർട്ട് ടോളിന്റെ ന്യൂ എർത്ത് ആണോ പവർ ഓഫ് നൗ ആണോ? ന്യൂ എർത്ത് a long time ago. I know your journey. ഒരു പക്ഷേ ഈ 14-ാം വയസ്സിൽ ജോലി ചെയ്ത് തുടങ്ങിയത് കൊണ്ടും ഈ ഒരു എക്സ്പോഷർ ഉള്ളതുകൊണ്ടും സ്വയമേ നാവിഗേറ്റ് ചെയ്തുകൊണ്ടാണ് ആയിരിക്കാം. I feel when I talk to you, I'm not talking to a person of your age, I'm talking to somebody who's much older. അത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. Every time we have interacted and ഇടയ്ക്ക് we have been in touch off and on. How has books shaped you? ഐ തിങ്ക് ഒത്തിരി റിസർച്ച് ചെയ്യാറുണ്ട് ഞാൻ. എനിക്കറിയില്ലാത്ത കാര്യങ്ങൾ യൂഷ്വലി വായിച്ചോ ഇല്ലെങ്കിൽ നല്ല ഇൻ്റർവ്യൂസ് കണ്ടാണ് ഞാൻ റിസർച്ച് ചെയ്യുന്നത്. കാരണം ഐ തിങ്ക് എ ലോട്ട് ഓഫ് തിങ്സ് നമുക്ക് ആർക്കും ഒന്നും അറിയില്ല എന്ന് തോന്നും. ജീവിതത്തിനെ ശരിക്കും നമ്മൾക്ക് അറിയോ എങ്ങനെ ജീവിക്കേണ്ടതെന്ന്? നമ്മുടെ പേരൻസിന് അറിയോ? പാവങ്ങൾ ഇൻഫാക്ട് അവരും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. സോ ഐ തിങ്ക് ഐ ഡു എ ലോട്ട് ഓഫ് റിസർച്ച് ആൻഡ് ട്രൈ ടു ടേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഒക്കെ ഞാൻ അതിനെക്കുറിച്ചൊരു ബുക്ക് വായിച്ച് നോക്കും, കുറച്ച് ഇൻ്റർവ്യൂസ് കാണും. അപ്പം അങ്ങനെയാണ് പവർ ഓഫ് നൗ ഒക്കെ എൻ്റെ കയ്യിലേക്ക് വന്ന്. പിന്നെ ഞാൻ സൈക്കോളജി ബുക്സ് വായിക്കും, സ്പിരിച്വൽ ബുക്സ് വായിക്കും. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീജിയസ് അല്ല, പക്ഷേ ഹൗ ടു നാവിഗേറ്റ് ലൈഫ്. What is the book you're reading currently? I think I'm reading about fawning, flight, freeze. Fawn response. Yes, I'm reading about fawning. അതായത് ട്രോമ റെസ്പോൺസസ് എന്ന് പറയുന്നത്. And why is that? Very curious. I've done that. I've been there and എൻ്റെ ചുറ്റിലുള്ളവർക്ക് ഫോൺ ബിഹേവിയർ is very common. Even I have done that. So അതിനെ കുറിച്ചിട്ട് അറിയാനും. So when a trauma hits you, there are, I think I've also gone through abuse like a lot of people. നമ്മൾ ആദ്യം വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു പക്ഷെ അതിനെ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ അബ്യൂസിനെ ഡീൽ ചെയ്യും. ഇതെനിക്ക് സംഭവിച്ചു. ആൻഡ് ദെൻ ഇത് കഴിഞ്ഞൊരു കറങ്ങി തിരിച്ചു വരുമ്പം ഞാൻ അതിനെങ്ങനെ റിയാക്ട് ചെയ്തു എന്നുള്ള ഡീൽ ചെയ്യേണ്ട ഒരു പോയിന്റ് വരിക. സോ ഐ വാസ് ട്രൈങ് ടു റീഡ് അബൌട്ട് ദാറ്റ്. അങ്ങനെയാണ് ഫോണിങ് പഠിക്കുന്നത്. We often talk about abuse on the show and I have always noticed that people abuse എന്ന് പറയുമ്പോൾ എപ്പോഴും ഫിസിക്കലും വെർബലും ആണ് പറയുന്നത്. But emotional abuse can be a bigger scar. Yes. And I would like you to tell our viewers what exactly emotional abuse feels like and അത് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഒരു സൈക്കോളജിസ്റ്റ് പറയുന്ന പോലെയല്ല ഒരു വ്യക്തി അത് അനുഭവിച്ച വ്യക്തിയുടെ എക്സ്പീരിയൻസ് ഓഫ് അബ്യൂസ്. Can you please share? I think that is the most important question. And
ഐഡൻറ്റിഫൈങ് അബ്യൂസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് മൂവ്. ഐ തിങ്ക് അതിനാണ് ഏറ്റവും ടൈം എടുക്കുന്നത്. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറ്റ്ലീസ്റ്റ് യു നോ ദ ഡീമൻ യു ആർ ഡീലിംഗ് വിത്ത്. അബ്യൂസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് ഐ തിങ്ക് ആസ് എവ്രിബഡി നോസ് നാർസിസിസ്റ്റിക് അബ്യൂസ് ഇസ് എ വേർഡ് ദാറ്റ് ഇസ് ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ടും അവിടെ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ക്രൂൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഗോ ത്രൂ ചെയ്യുന്ന ആൾക്കാർ ഇത് ഫിഗർ ചെയ്യുന്നുണ്ടാവില്ല തന്നെയാണ് അത്. ആൻഡ് വെറുതെ ത്രോൺ അറൗണ്ട് ആയിട്ടുള്ളൊരു വാക്കിൻ്റെ മീനിങ് അല്ല ഇതിനുള്ളത്. ദിസ് ഇസ് എ മാറ്റർ ഓഫ് ലൈഫ് ആൻഡ് സാനിറ്റി ആൻഡ് I don't know where to begin. So for people who find themselves in a confused state, so I think confused is the most relatable word that you can use. Confused state ullavare, please listen to Dr. Ramani Durvasula. She explains a lot of stuff on her channel. പുള്ളിക്കാരി കൊടുത്തിരിക്കുന്ന ഇൻ്റർവ്യൂസും. എന്നിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നിങ്ങളുടെ ലൈഫിൽ ആ പാറ്റേൺ ഉണ്ടോ എന്നുള്ളത്. കൺഫ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്, എന്ത് കോണ്ടെക്സ്റ്റ് ആണ് കൺഫ്യൂഷൻ? അതാണ്. സോ അത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ മേ ബി ആസ് സിമ്പിൾ ആസ് ഐ എം ഫൈൻഡിങ് മൈസെൽഫ് ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എനിക്കെന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നു. ഇനി എനിക്കാണോ പ്രശ്നം, ഞാൻ ഡീൽ ചെയ്യുന്നതിൻ്റെ ആണോ പ്രശ്നം? സംതിങ് ഡസൻറ്റ് മേക്ക് സെൻസ്. സോ ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ തുടക്കത്തിലേ നമുക്ക് സയൻസ് ഉണ്ടാവും. പക്ഷെ എല്ലാ റിലേഷൻഷിപ്സും വളരെ ഓപ്പൺ ആയിട്ടല്ല തുടങ്ങുന്നത്. നമുക്ക് അഡ്വൈസ് എടുക്കാനോ അഡ്വൈസ് പറഞ്ഞു തരാനോ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഫാമിലിയിലുണ്ടാവും, ഒരുപാട് റിലീജിയസ് സിനാരിയോ, ഒരുപാട് സിനാരിയോസിൽ വി മൈറ്റ് ഫൈൻഡ് അവർ സെൽസ് ഡീലിംഗ് വിത്ത് അറ്റ്ലീസ്റ്റ് 4 kinds of narcissistic dealings. Even narcissists ആവണമെന്നില്ല. They might have a trait that is very similar to നാർസിസിസ്റ്റ് ഓൾസോ. പക്ഷേ വിക്ടിം ഉണ്ടെങ്കിൽ വിക്ടിമിന് അനുഭവപ്പെടുന്ന സാധനങ്ങൾ സെയിം ആയിരിക്കും. സോ ഇഫ് യു ആർ ഇൻ എ പ്ലേസ് വെയർ നിങ്ങൾ റാൻഡമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ബട്ട് ഐ മീൻ പെയിൻ, എനിക്ക് മനസ്സിലാവുന്നില്ല ബട്ട് ഐ ഫീൽ ലൈക്ക് സംതിങ് ഇസ് റോങ് എന്ന് ഉള്ള അവസ്ഥയിൽ റിലേഷൻഷിപ്സിൽ വിത്ത് റെസ്പെക്ട് ടു ഇൻട്രാക്ഷൻ വിത്ത് എ ഹ്യൂമൻ ബീങ് ഉണ്ടെങ്കിൽ പോയി റിസർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. 2 or 3 കാര്യങ്ങളെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ. പക്ഷെ ഇറ്റ് വിൽ കീപ് ഗോയിങ് ബാക്ക്. യു വിൽ കീപ് ബ്ലെയിമിങ് യുവർ സെൽഫ്. യു വിൽ കീപ് തിങ്കിങ് അല്ല. പക്ഷെ കീപ് വിസിറ്റിംഗ് ദ പ്ലേസ്, ഫൈൻഡ് ഔട്ട്, ഗെറ്റ് ടു എ പ്ലേസ് വെർ യു ആർ ഡിറ്റാച്ച്ഡ് ഫ്രം ദ പ്രോബ്ലം, then stand back and analyze. It is very important. കാരണം എനിക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് ഒരു രീതിയിലും പറഞ്ഞ് അറിയിക്കാൻ പോലും പറ്റുന്നില്ല. ബിക്കോസ് ദിസ് ഡോക്ടർ റാമിനി ദുർവാസല നമ്മൾക്ക് സൈക്കോളജിയൊക്കെ വരുന്നതിന് തൊട്ട് മുന്നേ 1996 മറ്റും ഇത് സംസാരിച്ച് തുടങ്ങിയതാണ്. അന്ന് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ തുടങ്ങി. അന്ന് നോബഡി സ്റ്റുഡ് ബൈ ഹെർ ഓർ നോബഡി റിയലി സപ്പോർട്ടഡ് ഹെർ. ബട്ട് ഷീ ഈസ് ദ ഏറ്റവും വൃത്തിയായിട്ട് പറഞ്ഞു തരുന്നത് അവിടുന്ന്. ആൻഡ് ഐ വാണ്ട് പീപ്പിൾ ടു ലിസൺ ടു ഇറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് സോ ഇംപെററ്റീവ്. അത് നമുക്ക് ഈ നോളജ് ഇല്ല നമ്മുടെ ചുറ്റും. ആക്ച്വലി ഡോക്ടർ റാമിനി ഹെർസെൽഫ് ഇസ് എ വിക്ടിം. യെസ്, അവിടെ നിന്നാണ് അവരുടെ ജേർണി തുടങ്ങുന്നത്. അങ്ങനെയല്ലേ തന്നെ നമുക്കത് ഗോ ത്രൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. You know, Manora, the problem with most of the victims or survivors, I would call, of narcissistic abuse is that they don't come out very soon. അവർക്ക് അതിൽ നിന്ന് പുറത്തു വരിക വളരെ എളുപ്പമായിരിക്കില്ല. It will take different kinds of tolls on your work, tolls on your physical health, എല്ലാ രീതിയിലും. Did you at any point in time you felt that എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം നഷ്ടപ്പെടുക എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു? ആൻഡ് ആ ഒരു റീക്ലെയിമിംഗ് ബാക്ക് ആയിരുന്നോ യുവർ പ്രോസസ്? I think I've gone through a place where nothing was making sense. Like, what is happening? ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ പിന്നെ എനിക്ക് മറ്റേ sometimes you are the correct victim for some people, some kind of people. നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എമ്പത്തി കൂടുതലുള്ളവര്, അത് അങ്ങനെയുള്ള അവസ്ഥയിൽ എത്തുമ്പോഴാണ്. പക്ഷെ എനിക്ക് ആൾക്കാരെ കുറ്റം പറയുന്നത് ഇഷ്ടമല്ല. അത് എന്തിനാ വെറുതെ ഇല്ല. പക്ഷെ എന്തോ ഭാഗ്യമുണ്ട് തന്നെയാ, മറ്റേ പ്രാർത്ഥിച്ചത് കൊണ്ടായിരിക്കും. ഞാൻ നല്ലതായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാൻ ദൈവത്തെ മുറുക്കി പിടിച്ചിട്ട് you have to do something. And there were people who came and then അവരാണ് ആക്ച്വലി വന്നിട്ട് യു ആർ നോട്ട് ഓക്കെ, ഇറങ്ങിവിടുന്നു. യു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അന്ന് യു റിയലൈസ് ഹു ആർ യുവർ ഫ്രണ്ട്സ്, ഹു ആർ യുവർ വെൽ വിഷേഴ്സ്. സി, അതായത് മറ്റേ ഹാരി പോട്ടറിലൊക്കെ പറയുന്ന പോലെ സ്റ്റാൻഡിങ് അപ്പ് അഗേൻസ്റ്റ് യുവർ എനിമി ഈസ് ഫൈൻ, സ്റ്റാൻഡിങ് അപ്പ് അഗേൻസ്റ്റ് യുവർ ഓൺ ഫ്രണ്ട്സ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഡു. ബട്ട് ദെയർ ഹാസ് ബീൻ പീപ്പിൾ അറൗണ്ട് മീ ഹു ഹവ് ഡൺ ദാറ്റ് ഫോർ മീ. ആൻഡ് സ്റ്റിൽ
does that. ഈ ഒരു ഫേസ് കഴിഞ്ഞിട്ടാണോ അമ്മയും മിഷേലുമായിട്ട് ഇത്തിരി കൂടെ അടുപ്പം ഉണ്ടായതും ആ ഒരു റിലേഷൻഷിപ്പ് ബെറ്റർ ആയതും? അത് ഭയങ്കര, അത് വേറൊരു ഒരു പാരലൽ ട്രാക്ക് ഉണ്ട്. അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് റെവല്യൂഷനൈസ്ഡ് ആണ് എൻ്റെ. സോ വി വർ വെരി ഡിഫറെൻറ്റ്. സ്നേഹം നമുക്ക് നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, അങ്ങനെ ഒരു ഫേസ് ഉണ്ടായിരുന്നു എനിക്കത്. അതായത് സേ ഫോർ എക്സാമ്പിൾ, സേ യു ആൻഡ് ഐ ആർ വെരി ഡിഫറെൻറ്റ് പീപ്പിൾ. ഞാനും എൻ്റെ അമ്മയും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അത് ആ ഡിഫറൻസ് ഐഡന്റിഫൈ ചെയ്ത ഒരു പോയിന്റിൽ I started understanding her quirks, what I think. ഇതിനെ സ്നേഹിക്കാൻ തുടങ്ങുന്നതിലൊരു ബ്യൂട്ടി ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ഫ്ലിപ്പ് ചെയ്തു. ഇത് ഫ്ലിപ്പ് ചെയ്ത പാട് ഹൗ വി ബാലൻസ് ഈച്ച് അതർ എന്നുള്ളത് ഭയങ്കര ക്ലിയർ. അതൊരു 25 കഴിഞ്ഞ് നടക്കുമെന്ന് മമ്മ പണ്ട് പ്രൊഡക്റ്റ് ചെയ്തായിരുന്നു, അത് നടക്കാൻ ചെയ്തു. Yeah, so I'm also kind of trying to avoid the timeline of things. ഇപ്പോ 18 വയസ്സിലാണ് മിഷേൽ ഉണ്ടാവണത്. Yeah. ആൻഡ് ഇപ്പൊ അവളൊരു ടീനേജർ ആവുകയാണ്. Yes. And she's already a teenager. Yes. How has the relationship changed? ഇപ്പൊ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് മറ്റോടെ പറയട്ടെ, ഐ എം എ സെക്കൻഡ് മദർ ടു ഹർ. Yeah, something. ആ റിലേഷൻഷിപ്പ് എങ്ങനെയാണ് ഇപ്പൊ? നല്ല ആർട്ടുണ്ട് പുള്ളിക്കാരിയിൽ. അപ്പം അത് കാണാനും ഭയങ്കര രസമായിരുന്നു. അതായത് നമുക്കിഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടപ്പെട്ട് വരിക. അപ്പം ഐ ഹാഡ് എ വേ ഓഫ് സ്ലോലി ആ പാട്ടിങ്ങനെ ഇട്ട് കൊടുക്കും, അതൊന്ന് കേൾപ്പിക്കും, ഡ്രൈവിന് പോകുമ്പോൾ കേൾപ്പിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് ഷീ ഈസ് വെരി ഇൻ്റലിജൻറ്റ് ആൻഡ് ഓൾ, നല്ല പഠിക്കാൻ അങ്ങനെയുള്ള എല്ലാം. ദ ബെസ്റ്റ് പാർട്ട് ഇസ് നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ഒരാളും കൂടെ വരികയല്ലേ. സിംഗിൾ ചൈൽഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മള് ഞാൻ എന്താ ഇങ്ങനെ, സോ എൻ്റെ മൈൻഡ് വർക്ക് ചെയ്യുന്നതിന് എന്തോ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് അറ്റ്ലീസ്റ്റ് നമ്മുടെ ചുറ്റുമുള്ളവരിൽ നിന്നും അബൌട്ട് യൂണിവേഴ്സ്, അബൌട്ട് ലൈഫ്, ആൻഡ് ഐ ഹാവ് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ആൻഡ് ഞാൻ ക്വയറ്റ് ആണ്, പക്ഷെ എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ നന്നായി സംസാരിക്കും. ആൻഡ് ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് മഴ കണ്ടാൽ നനയണം, അങ്ങനെയുള്ള കുറേ ഈ സാധനം എല്ലാം ഉള്ള വേറൊരാൾ. അത് ഭയങ്കര രസമുണ്ടായിരുന്നു ടു ഐഡന്റിഫൈ. അതിശയല്ലേ, ബിക്കോസ് ഈ കുട്ടികളൊക്കെ ഞാൻ പലപ്പോഴും എൻ്റെ മോളോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നി ഈ 40-ാം വയസ്സിലില്ലാത്ത എനിക്ക് വകതിരിവാണ് ഈ കുഞ്ഞുങ്ങൾക്ക് 14-ാം വയസ്സിലുള്ളത്. ആൻഡ് ദേ റിയലി സർപ്രൈസ് യു വിത്ത് ദെയർ വിസ്ഡം. വാട്ട് ഈസ് യുവർ ഡ്രീം ഫോർ മിഷേൽ? I think I want her to be able to do everything. അതായത് എല്ലാം കഴിവുണ്ട്. അപ്പോൾ ഒന്ന് പറഞ്ഞ് പോകേണ്ടി വരാതെ ഹാവിങ് ഓപ്ഷൻസ് ടു ഹാവ് ആർട്സ് ആൻഡ് ബാക്കി ഇപ്പം സയൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതെല്ലാം കൂടെ ചെയ്യാൻ പറ്റണേ എന്നുള്ളതാണ്. ആൻഡ് ഐ വാണ്ട് ഹർ ടു ഹാവ് എ ലോട്ട് ഓഫ് അഡ്വെഞ്ചർ ഓൾസോ. ട്രാവൽ. യെസ്, യു ട്രാവൽ എല്ലാവരുടെ കൂടെ അല്ലേ മിക്കവാറും ട്രാവൽ ചെയ്യാൻ? ഇവരുടെ കൂടെ യെസ്. പക്ഷെ എനിക്ക് ഇനിയും ട്രാവൽ ചെയ്യണം തന്നെയാ. ഐ എം വെയിറ്റിംഗ് ഫോർ സംബഡി ടു ഹലോ എന്നെ എവിടെയെങ്കിലുമൊക്കെ പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വയ്യാത്തോണ്ട്. എന്റെ ഫ്രണ്ട്സ് എല്ലാരും മാരീഡും കിഡ്സ് ഒക്കെ ഉണ്ട്. സോ അവര് ഫ്രീ ആവണ്ടേ? അല്ല, അവര് പിള്ളേരൊക്കെ വലിയതായ ഫ്രീ ആവും. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക്, ഞാൻ ഈ ആ പഴയ ഇന്റർവ്യൂയുടെ റെഫറൻസ് എടുക്കാം. ഞാൻ ആ ഇന്റർവ്യൂ കാണുമ്പോ യു ടോക്കിംഗ് അബൌട്ട് യുവർ ചൈൽഡ്ഹുഡ്. അതിനകത്ത് എനിക്ക് ഇന്ന് ഞാൻ കണ്ടപ്പോ, നൗ ബീങ് എ മദർ ഓഫ് 3 ആൻഡ് കുഞ്ഞുങ്ങൾ വലിയതായി ബീൻ ത്രൂ ദിസ് ജേർണി, മറ്റോടെ അതിനകത്ത് പറയുന്നുണ്ട് 2 വയസ്സിലെ മാറ്റിക്കിടത്തി, 2 വയസ്സിലെ കാര്യങ്ങളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ നേരത്തെ പഠിപ്പിച്ചു. പക്ഷെ അത് കാണുമ്പോൾ എനിക്ക് വിഷമമാണ് ഇന്ന് തോന്നിയത്. അന്ന് എനിക്കത് സ്ട്രൈക്ക് ആയില്ല. പക്ഷെ ഇന്ന് ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി, ഇറ്റ്സ് ആക്ച്വലി a child was not allowed to enjoy her ആ ഒരു ചൈൽഡ്ഹുഡ്, ആ ഒരു സ്പേസ് കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു കുഞ്ഞായി പോയല്ലോ ദൈവം. ഈ 2 വയസ്സിൽ എങ്ങനെ ഈ കുഞ്ഞിനെ മാറ്റിക്കിടത്താൻ തോന്നി? ചിരിച്ചോണ്ടാണ് പറയണത്. യു ടോക്കിംഗ് ഇറ്റ് വെരി ലൈറ്റ്ലി അബൌട്ട്. പക്ഷെ എനിക്കത് ആയിട്ട് തോന്നിയില്ല. അത് എപ്പോഴെങ്കിലും I'm so happy that you identified that side of it. ഇത് കേൾക്കുന്നില്ലല്ലോ ആരും. ആൻഡ് ഐ എം സോ ഗ്ലാഡ് ദാറ്റ് യു ആർ സീയിങ് ദി അതർ സൈഡ് ഓഫ് ഇറ്റ്. ഇറ്റ്സ് നോട്ട് ഈസി. ഇറ്റ്സ് നോട്ട് ഓക്കേ എന്ന് തോന്നിയില്ലേ? ഞാൻ കുറെ നാളെ ഹെൽപ്പ് ചോദിക്കാൻ അറിയില്ല. You think that's a good thing. No, that is not a good thing. You don't have to be independent. You're living with amongst a lot of people. Sometimes I wished ഞാൻ എന്നോട് മറ്റുള്ളവരോട് ഞാൻ കാണിക്കുന്ന കരുണയുടെ ഒരു 5% എന്നോട് കാണിച്ചായിരുന്നെങ്കിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ബിക്കോസ്
I think my childhood shaped me to be hyper independent. എൻ്റെ ധന്യ രാവിലെ 6 തൊട്ട് രാത്രി 9 വരെ ഉള്ള ടൈം ടേബിൾ ആർക്കാ ഓക്കെ? നോട്ട് ഫോർ എ ചൈൽഡ് ആൻഡ് യു കാൻ സ്പീക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക വീട്ടിൽ. യു ഡോണ്ട് ഓപ്പൺ അപ്പ്, യു ഡോണ്ട് ബേസിക്കലി സ്പീക്ക് ഔട്ട് ലൗഡ്. ഇതിനൊരു ഫ്ലിപ്പ് സൈഡ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഓൾ ജസ്റ്റ് ബിക്കോസ് എൻ്റെ ഫാദർ ഭയങ്കര ഫോർവേഡ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അപ്പം ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇഫ് there was some guy ചുറ്റിക്കറങ്ങി നടക്കുന്ന ഒരു ഗൈ ഉണ്ടെങ്കിൽ that guy you like him, bring him home. See, ഇത് പറയുന്ന ഒരാളായതുകൊണ്ട് പുള്ളിക്ക് മറ്റൊരു സൈഡുണ്ട്. പക്ഷേ the other side, though it is training for a child, it shapes her into something else. അത് നമ്മൾ വലുതായി കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൽ നിന്ന് മാറുന്നത്. അപ്പൊ ആ ഒരു സെക്യൂരിറ്റി, a sense of being protected, the sense of നമുക്ക് വേറെ ഒരാൾ റിലൈ ചെയ്യാം, നമുക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യാം. അതിനകത്ത് ഒരു ലൈൻ പറയുന്നത് അതും എനിക്ക് ഭയങ്കര വിഷമം തോന്നി. എന്തോ കഴിക്കാൻ ആവശ്യപ്പെട്ടു, ആദ്യമായിട്ട് എന്തോ കഴിക്കാൻ ആവശ്യപ്പെട്ടു. അത് 11th and your father said you have never asked for anything. It's the first time you are asking. I was like, ഇവിടെ എൻ്റെ വീട്ടില് എനിക്ക് വീട്ടിൽ കാല് കുത്താൻ പേടിയാണ്. കാരണം കാല് കുത്തിയാൽ അപ്പൊ ഓരോ ഡിമാൻഡ്സും ഓരോ വശത്ത്. You know, from there, I thought it was not okay. When did you realize it was not okay? 23? Oh my God. അതുകൊണ്ട് ചില സമയത്ത് അറിയാതെ എന്നെ പൊക്കി പറഞ്ഞു ഐ ഹാവ് ടു ലൈക്ക് ടെൽ ഹർ, ഇല്ല മമ്മ, നോ ഇറ്റ്സ് നോട്ട് their business, like we don't have to tell them. She'll be like, I've seen it all. She wants to celebrate your wins. എനിക്ക് ഒത്തിരി സ്നേഹമുണ്ട്, പക്ഷെ എനിക്ക് അത്ര എന്നെക്കാൾ ഇച്ചിരിയോടെ സ്നേഹം കൂടിയ ആളെ ഞാൻ എടുക്കുള്ളൂ എനിക്ക് തോന്നുന്നത്. ഈവൻ ടുഡേ എൻ്റെ അടുത്തേക്ക് പുതിയ ഒരാൾ വരുമ്പോൾ ഞാൻ അയാളെ നന്നായിട്ടേ കാണും. ഇൻഫാക്ട് വാട്ട് ഇസ് യുവർ ടോക്സിക് ട്രേറ്റ്, ഐ സീ ഗുഡ് ആൻഡ് ബാഡ് പീപ്പിൾ. ജസ്റ്റ് ബിക്കോസ് ഐ ഡിഡ് നോട്ട് റെക്കഗ്നൈസ് സംബഡീസ് ഓർ നെഗറ്റീവ് ട്രേറ്റ്, അതിന് നമ്മളെ അല്ലല്ലോ ബ്ലെയിം ചെയ്യേണ്ടത്.